ഇത്ര വലിയൊരു മാവ് ഞാൻ കൊടുക്കുന്നതാ. നമ്മളിവിടെ കൊടുക്കുന്നത് 3 കൊല്ലം പഴക്കമുള്ള ഇത്രയും വലിയൊരു മാവ് കൊടുക്കുന്നത് 2750 രൂപക്കാണ്. ഈ 2750 രൂപക്ക് ഇത് കൊടുക്കുമ്പോൾ ഇത് 3 വർഷം മുമ്പ് ഞാൻ അന്നത്തെ വില ആർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്നൊക്കെ നല്ല വിലയുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ 450 റുപ്യക്ക് ചെറിയൊരു തൈ വാങ്ങിയിട്ട് 3 കൊല്ലം വർക്കേഴ്സിനെ വെച്ച് വർക്ക് ചെയ്തിട്ട് ഇത്രയും വലിയൊരു മാവ് എനിക്ക് 2750 കൊടുത്താൽ എനിക്ക് അത്ര വലിയ പ്രോഫിറ്റ് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. ഞാൻ ലോസ് ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. മനസ്സിലായി? അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ചില ആളുകൾ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നഴ്സറിക്കാരെ വളരെ മോശപ്പെട്ട ആളുകളാണ് ഓല്, അത് നഴ്സറിക്കാർ അങ്ങനെ പറയണത് ഇങ്ങനെ പറയുന്നതൊക്കെ പറയാം. അതൊക്കെ വളരെ മോശമാണ്. എന്താണ് കാരണം നഴ്സറിക്കാർ തന്നെ അവരും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് അവരെ ഭാര്യക്കും വാപ്പാക്കും മക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവർ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല. അത് വളരെ മോശമാണ്. ആര് പറഞ്ഞു കഴിഞ്ഞു എത്ര വലിയ ഞാൻ പിന്നെ സ്വയം ചില ആളുകളെ തന്നെ അവകാശപ്പെടുകയാണ് ഞാനാണ് ഇതിന്റെ കാളുന്നുള്ളത്. അതൊന്നും ശരിയല്ല. എന്തായാലും ഓക്കെ. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ മിയാസാക്കി കാഴ്ചതും പഴുത്തതും ടേസ്റ്റ് നോക്കിയതും കൂടിയാണ്. അപ്പൊ നമ്മളെടുത്ത് ഷൗക്കത്തൊക്കെ മിയാസാക്കി പഴം മാങ്ങ നമ്മുടെ കയ്യിലില്ലേ? ഉണ്ട്. ഞാൻ കാണിക്കാം. ഇപ്പൊ കയ്യിലുണ്ടോ നമുക്ക് കാണിക്കാം. പഴുത്ത പതിൽ നിന്ന് കിട്ടിയതുണ്ട്. ഓക്കെ, ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് കണ്ടോ? ഇനിയാണ് ഇത് കാണിക്കേണ്ടത്. പിന്നെ ഇത് കണ്ടോ, നമ്മളതിലിട്ട ടാഗ് കണ്ടോ മിയാസാക്കിന്റെ. ഇനി അതിന്റെ അടുത്ത് തന്നെ ഞാൻ ഇതിൽ നിന്ന് കിട്ടിയ മിയാസാക്കിയാണ് ഈ വെക്കുന്നത് കേട്ടോ. ഈ ഞെട്ടിന്ന് പോകുന്നതാണ് കേട്ടോ. ഞെട്ടി വെച്ചപ്പോ സെയിം അല്ലേ? ഈ ഞെട്ടിന്ന് പഴുത്തത് കിട്ടിയതാണ്. ഇനി അത് ഞാൻ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇതിൽ കള്ളത്തരൊന്നുമില്ല. ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയും. സെയിം ഈ ഫോട്ടോസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുകളിൽ ഇത് അങ്ങനെ ചോപ്പ് കണ്ടോ, അത് ഇതിലുണ്ട്. അത് കഴിഞ്ഞിട്ട്